നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. The Gospel according to Saint Luke chapter 10 verses 25 to 37. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ നിശ്ചയിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്നെ ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർസ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്ന് പോയി. അങ്ങനെ തന്നെ ഒരു ലേവനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്ന് പോയി. ഒരു ശമരിയാക്കാരന് വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. മാരാമൻ കൺവെൻഷൻ്റെ ഈ വചന കൂടാരത്തിൽ വചനം കേൾക്കുവാനായി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങി പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാമായിരിക്കുന്ന ഈ അവസരം, ഈ വചനധ്യാനം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. അതുകൊണ്ട് ഈ വേദഭാഗം മനസ്സിൽ കരുതുന്നതിനും നാം ചിന്തിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് എന്ത് എന്ന് കേൾക്കുന്നതിനും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനും നമുക്ക് ഈ അവസരം ഒരുങ്ങാം. ഇതിനൊരു തലക്കെട്ട് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ്: അരികുകൾ അടയാളപ്പെടുത്തുന്ന രൂപാന്തരാത്മകമായ ചങ്ങാത്തങ്ങൾ. മാർജിൻസ് ദാറ്റ് മാർക്ക് ദ ട്രാൻസ്ഫോർമേറ്റീവ് നെയ്ബർലിനെസ്. അരികുകൾ അടയാളപ്പെടുത്തുന്ന രൂപാന്തരാത്മകമായ ചങ്ങാത്തങ്ങൾ. അരികുകൾ ഉള്ളവർ സമൂഹത്തിന് കൊള്ളാവുന്നവരോ കൊള്ളരുതാത്തവരോ. നമുക്ക് കൊള്ളുകയില്ല എന്ന് നാം വിചാരിക്കുന്നവയാണ് സാധാരണയായി അരികുകളിലേക്ക് വലിച്ച് എറിയുന്നത്. എന്നാൽ ആ എറിയപ്പെടുന്നതിൽ പവിഴമുത്തുകളുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ച ഈ വേദഭാഗം. പി. കേശവദേവ് എഴുതിയ നോവലിൻ്റെ പേരാണ് ഓടയിൽ നിന്ന് എന്നത്. അത് പിന്നീട് ഒരു ചലച്ചിത്രമായി ലോക ശ്രദ്ധ പിടിച്ച് പറ്റുകയും ചെയ്തു.
എന്താണ് ഈ നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം? റിക്ഷാ തൊഴിലാളിയായ പപ്പുവിൻ്റെ കഥയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓടയിൽ നിന്ന് പെറുക്കിയെടുത്ത ഒരു പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് ആ കുട്ടിയെ ഉന്നത നിലയിൽ എത്തിക്കുന്നു എന്ന് മാത്രമല്ല, അതുമൂലം തനിക്കുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും അയാൾ തകർത്ത് മാറ്റുന്നതിനായിട്ട് ജീവിതത്തിലൂടെ ശ്രമിക്കുന്നു. തനിക്ക് നേരിട്ട പ്രതിസന്ധികൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമൂഹിക പരിതസ്ഥിതി, തന്നെ അവശനാക്കുന്നതായിട്ടുള്ള രോഗം, തൻ്റെ ഇച്ഛാശക്തിക്കും അഭിമാനബോധത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരെ ആരും ഉരിയാടുവാൻ അയാൾ സമ്മതിച്ചിരുന്നില്ല. The dignity of a person, freedom of a person, self-esteem with determination. ഈ മനുഷ്യത്വം ഇന്ന് മനുഷ്യരിൽ നിന്ന് നഷ്ടമായിട്ട് പോകുന്നുണ്ടോ? നമ്മളുടെ ചുറ്റുപാടും ഉയരുന്ന നിലവിളികളോടെ പ്രതികരിക്കാനാവാതെ നിസ്സംഗതയുടെയും നിശബ്ദതയുടെയും തുരുത്തുകളിലേക്ക് നാം ചാക്കേറുകയാണോ ചെയ്യുന്നത്? ചങ്ങാത്തങ്ങൾ, ആരാണ് സ്നേഹിതൻ എന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശിഷ്യഗണങ്ങളോട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്നത്രേ വിളിക്കുന്നത്. കാരണം ദാസൻ യജമാനൻ ചെയ്യുന്നത് എന്ത് എന്ന് അറിയുന്നില്ല, എന്നാൽ നിങ്ങളോ ഞാൻ ചെയ്യുന്നത് എന്ത് എന്ന് അറിയുന്നു. സ്നേഹിതർ നമ്മളുടെ ജീവിതത്തിലെ പ്രകാരം കാണപ്പെടുന്നു എന്നത് നമ്മോട് ചോദിക്കാം. അർത്ഥപ്രാണനായിട്ടുള്ള ഒരു മനുഷ്യനും ശമരിയാക്കാരനും നാം വായിച്ച വേദഭാഗത്ത് നമുക്ക് നൽകപ്പെടുന്നതായിട്ടുള്ള പ്രതിപാദ്യ വിഷയം അതാണ്. യേശു പറഞ്ഞ ഒരു നറേറ്റീവാണ്. അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന മനുഷ്യൻ, അവനെ രക്ഷ ചെയ്യുന്നതായിട്ടുള്ള ഒരു ശമരിയാക്കാരൻ. ഇതൊരു ചൂണ്ടുപലകയാണ്. നാം ജീവിക്കുന്ന ബഹുലതകളുടെ ഈ ലോകത്തിൽ എങ്ങനെയാണ് അവയെ കാണുവാൻ, അറിയുവാൻ, മനസ്സിലാക്കുവാൻ, അഭിമുഖീകരിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കൽക്കട്ടയിലെ ജീവിതം കണ്ട് മനസ്സിലാക്കുവാൻ വന്ന ഡൊമിനിക് ലാക്പേറെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട് മനോഹരമായുള്ളൊരു പുസ്തകം എഴുതി. അതിന് തലക്കെട്ട് കൊടുത്തത് ഇപ്രകാരമാണ്: ബിയോണ്ട് ലവ്. കൽക്കട്ടയിലെ കാളികെട്ടിന് സമീപമുള്ള ചുടലപ്പറമ്പിൽ അവിടെ കൊണ്ടുവരുന്നതായുള്ള ശവങ്ങൾ ദഹിപ്പിക്കുന്നതിനായി വിറക് പെറുക്കിയെടുത്തുകൊണ്ട് അത് അടുക്കി അതിൽ ദഹിപ്പിക്കുവാൻ്റെ കോണ് സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഭവനത്തിലെ പെൺകുട്ടി അപ്പന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള വേലയാണ്. ഒരു ദിവസം വൈകിട്ട് തൻ്റെ വീട്ടിൽ മടങ്ങി വന്നതായിട്ടുള്ള മകളെ അപ്പൻ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ചില ചുളുക്കം കണ്ട് വടുക്കൾ മനസ്സിലാക്കി അദ്ദേഹം ഗ്രഹിച്ചു, എൻ്റെ മകൾ കുഷ്ഠരോഗിയായി തീർന്നിരിക്കുന്നു. കുഷ്ഠരോഗത്തിന് പ്രതിവിധിയുണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ആ പിതാവ് ആ സന്ധ്യാസമയത്ത് തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കൗമാരപ്രായത്തിലുള്ള ഈ പെൺകുട്ടി തെരുവീതിയിൽ കൂടെ നടക്കുന്നതിനും ജീവിക്കുന്നതിനും താല്പര്യപ്പെടുന്ന സാഹചര്യത്തിൽ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുമോ അതെല്ലാം അവളോട് ചെയ്യുകയും അവളുടെ ജീവിതത്തെ താറുമാറാക്കുകയും പിച്ച് ചീന്തി ഓടയിലേക്ക് എറിയുകയും ചെയ്തു. ഈ കാളികെട്ടിന് സമീപത്ത് തന്നെയാണ് മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി പ്രവർത്തിക്കുന്നത്. പകൽ സമയം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തെരുവീതിയിലേക്ക് ഇറങ്ങിയ ഈ സിസ്റ്റേഴ്സിനെ കാണപ്പെടുവാനിടയായത് വഴിയരികിൽ കിടക്കുന്ന അർത്ഥപ്രാണയായിട്ടുള്ള ഒരു യുവതിയാണ്. അവർ താങ്ങിയെടുത്തു, തങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്നു, എല്ലാവരോടും ചെയ്യുന്നത് പോലെ.
അവൾക്ക് ആ ഭവനത്തിൽ പാർത്തുകൊണ്ട് രോഗത്തിന് പ്രതിവിധി നൽകുവാനായി അവർ ശ്രമിച്ച് അവളെ രോഗവിമുക്തയാക്കി മാറ്റി എന്ന് മാത്രമല്ല, സ്നേഹത്താൽ അവളെ ആ ഭവനത്തിൻ്റെ ഒരംഗമാക്കി തീർത്തു. അവൾ ചോദിച്ചു, എനിക്കും യേശുവിൻ്റെ അനുയായിയായി തീരാമോ? എനിക്കും നിങ്ങളെപ്പോലെ ഒരു സിസ്റ്ററായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുമോ? അതെല്ലാം അവളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ അവർ സഹായിച്ചപ്പോൾ ഓടയിൽ വീണ് കിടന്നതായിട്ടുള്ള യുവതി വളർന്നു വന്ന് ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ അനേകർക്ക് പ്രയോജനകരമായിട്ടുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ടു. അരികുകളിലേക്ക് വലിച്ചെറിയുന്നതായിട്ടുള്ള ജീവശവങ്ങൾ, അവരെ പെറുക്കിയെടുക്കുന്നതായിട്ടുള്ള ഏതാനും ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന പ്രവർത്തന രംഗത്തെ കാണുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുമോ? എല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം ഈ ലോകത്തിൻ്റെ മുറിവുകളും മ്ലേച്ഛതകളും മനുഷ്യനെ വെറുപ്പിക്കുന്നതായിട്ടുള്ള സ്വഭാവങ്ങളും തൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തെ മാറ്റുകയല്ല, പിന്നെ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ്റെ കോണം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ്റെ കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ആസക്തികളുടെ ഉത്സവകാലം എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന ചില ചിന്താശകലങ്ങളുണ്ട്. ഓരോ അധ്യായത്തിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നതിനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ ഈ നാട്ടിൽ നമ്മുടെ ഭവനങ്ങളിലെല്ലാം വെൽക്കം, സ്വാഗതം എന്ന് പറഞ്ഞൊരു ബോർഡ് വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. ആർക്കും വീട്ടിലേക്ക് വരാം. രാവിലെ വാതിൽ തുറന്നാൽ പിന്നീട് വൈകിട്ടാണ് വാതിൽ അടയ്ക്കുന്നത്. ആരെങ്കിലും വന്ന് തിണ്ണയിലോ അകത്തെ മുറിയിലോ പ്രവേശിച്ച് ഒന്ന് മുരടനക്കിയതിന് ശേഷം ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ ആരാണ് വന്നത് എന്ന് പോലും തിരിച്ചറിയുന്നതായില്ല ഗ്രഹത്തിലുള്ള ആരെങ്കിലും അവരെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു നല്ല രീതി നമ്മളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. പടിപ്പുരകളുള്ള വീടുകൾ നാം പണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ പടിപ്പുര വയ്ക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകളുമുണ്ട്. പടിപ്പുര വൈകിട്ട് പോയി അടയ്ക്കുന്നതിന് മുമ്പേ ആ വീട്ടിൻ്റെ ഉടയവൻ പടിപ്പുരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കും, അവിടെ ആരെങ്കിലും വന്ന് കിടപ്പുണ്ടോ, ആർക്കെങ്കിലും ആഹാരം കിട്ടാതെ വിശന്ന് അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടോ. ആരും ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആ പടിപ്പുര പൂട്ടിയതിന് ശേഷം തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. മഹാകവി വള്ളത്തോളിനെ കുറിച്ച് ഇപ്രകാരം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 നില കെട്ടിടത്തിലാണ് മഹാകവി വള്ളത്തോൾ താമസിച്ചിരുന്നത്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ താൻ കിടക്കുന്ന കിടക്കമുറി വരെ ആർക്കും കയറി ചെല്ലുവാൻ്റെ കോണം വാതിലുകളെല്ലാം തുറന്നിട്ടിരുന്നു. അർദ്ധരാത്രിക്കാണ് ഒരാൾ വന്ന് തന്നെ വിളിച്ച് ഉണർത്തുന്നത് എന്ന് വരികിൽ തന്നെയും എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് അവനാവശ്യമായിട്ടുള്ള ആഹാരം എടുത്തു കൊടുത്ത് അവനോട് സംസാരിച്ചതിന് ശേഷം വന്ന് കിടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാകവി വള്ളത്തോൾ എന്നത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് മതിലുകൾ, വേലികളെല്ലാം പോയി, മതിലുകൾ, പടിപ്പുര പോയി, വലിയ ഗേറ്റ്. ഇപ്പോൾ ആ ഗേറ്റിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇവിടെ നായുണ്ട്, സൂക്ഷിക്കണം. കുറച്ചുകൂടെ പരിഷ്കൃതമായ അവസരത്തിൽ അത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. നാം ചെല്ലുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി പറയണം, എവിടെയാണ് പോകുന്നതെന്ന് പറയണം. ആ ഭവനത്തിലുള്ള ആളിനെ വിളിച്ച് ചോദിക്കുക, ഈ ആളിനെ കയറ്റിവിടട്ടെ. കയറ്റിവിടുവാൻ അനുവദിച്ചാൽ മാത്രം കയറി ചെല്ലുവാൻ കഴിയുന്നതായിട്ടുള്ള ഭവനങ്ങളുടെ ഒരു സമുച്ചയമാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയായിട്ട് പാർക്കുകയാണ്. എന്നാൽ അന്യർക്ക് അവിടെ പ്രവേശനമില്ല. പ്രവേശനമുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇന്ന് CCTV ക്യാമറ വെച്ചിരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. ഒരു കുറിപ്പ് കൂടി, നിങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നത് ഓർക്കുക. നിങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ ഓരോ അനക്കവും ഓരോ നോട്ടവും ഓരോ ഭാവവും പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യം.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്താണ് ദൈവവചനം നമ്മോട് പറയുന്നത്? അതിഥി സൽക്കാരം മറക്കരുത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദൈവവചനമാണ്. അതിഥി സൽക്കാരം മറക്കരുത്. നാം വിളിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യാതെ നമ്മളുടെ ഭവനങ്ങളിലേക്ക് വന്നെത്തിച്ചേരുന്നതായുള്ള ഒരാളെ അതിഥിയായിട്ട് ആദരിക്കുകയും ആ അതിഥിക്ക് വേണ്ടതെല്ലാം നൽകുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി, ഒരു മര്യാദ നമ്മളുടെ എല്ലാം വീട്ടിലുണ്ടായിരുന്നു എന്നത് അത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നറേറ്റീവിൽ യേശു ശമരിയാക്കാരനെ കുറിച്ച് പറയുന്നു. പുരോഹിതൻ, ലേവ്യൻ, ശമരിയാക്കാരൻ, 3 പേരും അർത്ഥപ്രാണനായി അവിടെ കിടക്കുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. ആദ്യത്തെ 2 പേരെ കടന്നുപോയി. 3-ാമത്തെ മനുഷ്യൻ കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഈ ശമരിയാക്കാരൻ? അസീറിയ ബാബിലോണിയൻ ഇൻവേഷൻസ് ഉണ്ടായ സാഹചര്യത്തിൽ അധിനിവേശത്തിൻ്റെയും കടന്ന് ആക്രമണത്തിൻ്റെയും ഒക്കെയും ഫലമായി അന്ന് ഒരു സമൂഹമായിട്ട് നിലനിന്നിരുന്ന ഇസ്രായേൽ ജനതയെ, അതിൽ കോമളത്വമുള്ള ആളുകളെ അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ബലഹീനരെ ആക്രമിക്കുകയും ചെയ്തു. ദേവാലയം ആക്രമിച്ച് അത് ഉപയോഗമില്ലാതെയാക്കി തീർത്തു. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവരെ നിർത്തിയിരുന്ന ഘടകങ്ങളെല്ലാം താറുമാറായി. ദേവാലയമില്ല, ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി ഇല്ല, ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇല്ല, അവർക്ക് ഒരു നേതൃത്വമില്ല, അവർക്ക് ദൈവബോധം പോലും നഷ്ടപ്പെട്ടതായുള്ള നിലയിലേക്ക് വീണുപോയി. അന്യ മതസ്ഥരുടെ ഇടയിൽ അവരുമായിട്ട് കൂടിച്ചേർന്ന ഒരു സങ്കരവർഗമായിട്ട് തീർന്ന ശമരിയ പട്ടണത്തിലുള്ള ആളുകൾ ആരാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം എന്നുള്ളതായുള്ള ചോദ്യം 2 കൂട്ടരും ചോദിച്ചു. വിദേശത്തേക്ക് കൊണ്ടുപോയ ആളുകൾ വിദേശ ആധിപത്യത്തിന് കീഴിൽ അതിനെ വഴങ്ങാതെ അവരുടെ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശ്രമിച്ച് അപ്രകാരം ദൈവജനമായിട്ടൊക്കെ ജീവിച്ച് മടങ്ങി വരുന്നതായുള്ള ചരിത്രം പിന്നീട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ സങ്കരവർഗക്കാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള ആരാധനാലയം അവരുടെ ആരാധനാ സ്ഥലമായിട്ട് മാറ്റുകയും അപ്രകാരം അവർ തന്നെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് രൂപം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. വിശുദ്ധിയുടെ സങ്കല്പം കൊണ്ട് യഹൂദന്മാർ ശമരിയ പട്ടണത്തിൽ പ്രവേശിക്കുകയില്ലായിരുന്നു, അവർ മാറി കടന്നു പോകുമായിരുന്നു എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശമരിയാക്കാർക്ക് യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. ശമരിയാക്കാർ പോയിരുന്നില്ല എന്ന് മാത്രമല്ല, യെരുശലേമിലേക്ക് പോകുന്ന ആളുകളെല്ലാം തങ്ങളുടെ ശത്രുക്കൾ എന്നെ കണക്കാക്കുവാണ്ടൊക്കെ ശ്രമിച്ചതായുള്ളൊരു കൂട്ടരുമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി, ശമരിയാക്കാരൻ, അർത്ഥപ്രാണനായിട്ടുള്ള ഈ മനുഷ്യനെ കണ്ടതിന് ശേഷം അവൻ്റെ അരികെ ചെന്ന് മനസ്സലിഞ്ഞ് അവനെ രക്ഷ ചെയ്യുന്നതത്രേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒക്കെ അപ്പുറമായി കർത്താവായ യേശു ക്രിസ്തു ശമരിയ പട്ടണത്തിൽ ചെല്ലുന്നതിനായിട്ട് താല്പര്യപ്പെട്ട് ശമരിയ പട്ടണത്തിൽ ചെന്നപ്പോൾ ശമരിയാക്കാരത്തെ സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. അതിനുശേഷം ആ പട്ടണത്തിലുള്ള ആളുകൾ വന്ന് യേശുവിനെ ക്ഷണിക്കുന്നുണ്ട്. യേശു അവിടെ ചെന്ന് 2 നാൾ അവരോട് കൂടെ പാർത്തു എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി നൽകുന്നതായുള്ളൊരു സമൂഹമായി അവരെ കാണുന്നു. അവർ നന്ദിയുള്ളവരായിരുന്നു എന്നത് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അവ പോകുന്ന യാത്രയിൽ സൗഖ്യം പ്രാപിച്ച് സൗഖ്യമായി എന്ന് കണ്ടതിൽ 10 പേരിൽ ഒരാൾ മടങ്ങി വന്ന് കർത്താവിനെ നന്ദി പറയുന്നതായുള്ള സാഹചര്യം, അത് ശമരിയാക്കാരനായിരുന്നു എന്നത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മുറിവേറ്റതായുള്ള യഹൂദനെ മറ്റേ യഹൂദന്മാരെ ഇട്ടിട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ശമരിയാക്കാരനിതാ അവൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വിസ്മയം ഉളവാക്കുന്ന വ്യക്തിത്വത്തെ നമുക്ക് വെളിവാക്കി തരികയാണ് ചെയ്യുന്നത്. അരികിൽ നിന്ന് വരുന്നതായിട്ടുള്ള നന്മ. ഓസ്കാർ അവാർഡ് ലഭിച്ചതായുള്ളൊരു ചിത്രമാണ് സ്ലം ഡോഗ് മില്ലിയനെയർ.
ധാരാളം ആളുകൾ അത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാനി ബോയിൽ ഡയറക്റ്റ് ചെയ്തതായിട്ടുള്ള പുസ്തകം ചിത്രം. 18 വയസ്സുള്ള ജമാൽ മാലിക് എന്ന് പറയുന്നതായുള്ളൊരു യുവാവിനെയാണ് അതിനകത്ത് ചിത്രീകരിക്കുന്നത്. ബോംബെയിലെ സ്ലംസിൽ വളർന്നു വന്നതായിട്ടുള്ളൊരു യുവാവ്. അദ്ദേഹത്തിന് കൂടുതൽ അറിവുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയതായുള്ള പ്രയാസം. അതുകൊണ്ട് തന്നെ ഹു വോൺസ് ടു ബി എ മില്യനർ എന്ന് പറയുന്നതായിട്ടുള്ള പദ്ധതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ഒരു മില്യനറായിട്ട് തീരുന്ന സാഹചര്യത്തിൽ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പോലീസ് പിടിച്ചുകൊണ്ടുപോയി അവനെ ഉപദ്രവിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് നിനക്ക് ഈ അറിവ് കിട്ടത് എന്ന് പറയണമെന്ന് പറഞ്ഞ് അവനെ മർദ്ദിക്കുന്നതായുള്ള സാഹചര്യം കാണാനായിട്ട് ഇടയാവുന്നുണ്ട്. കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും അഭിമാനത്തെ ഞെരുക്കുന്നതായുള്ള സാഹചര്യത്തിൻ്റെ നടുവിൽ ആത്മശക്തിയുടെ ചെറുത്തുനിൽപ്പ് പ്രകടമാക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രീകരണമാണ് അവിടെ കാണാനായിട്ടിടയാവുന്നത്. സ്ലം ഡോഗ് മില്ലിന് ഒരു ചേരിയിൽ ജനിച്ച് വളരുന്നതായുള്ളൊരു യുവാവിന് എങ്ങനെയാണ് സമൂഹത്തിൽ ഔന്നത്യം പ്രാപിക്കുവാനായിട്ടിടയാവുന്നത്? ദരിദ്ര സമൂഹത്തിൽ ഏറിയ താലന്തുകളുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ചിത്രം നമുക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. ദരിദ്ര സമൂഹത്തിൽ ഏറിയ താലന്തുകളുണ്ട്. മെച്ചമായ സാഹചര്യങ്ങൾ നൽകിക്കൊടുത്താൽ ആ താലന്തുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്യും. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഇതാണ് യേശുവിന് മുമ്പിൽ ചോദിക്കുന്നതായുള്ള ചോദ്യം. വന്ന ന്യൂസ് പേപ്പറിലൂടെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ വിവരം വായിക്കുന്നതിന് ഇടയായിട്ട് തോന്നും. 6 മാസം പ്രായമുള്ള ചൈനയിലെ ലീലി എന്ന ആൺകുട്ടി. വുഹാനിയയിലാണ് വീട്. അമ്മയ്ക്ക് വൈറസ് ബാധ ഉണ്ടായത് മുഖാന്തരമായി കുഞ്ഞിൽ നിന്ന് അമ്മയെ ഐസൊലേറ്റ് ചെയ്ത് മുറിക്കകത്താക്കി. അപ്പൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവിടേക്ക് പറന്നെത്തുവാനായിട്ട് പോലും സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടും വാഹനങ്ങൾ വരാത്തത് കൊണ്ടും അപ്പനെ വന്ന് കുഞ്ഞിനെ നോക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഓർഫനായി തീർന്നതായുള്ളൊരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ നോക്കുവാനായി ആശുപത്രിയിൽ 2 നഴ്സുമാരെ മുമ്പോട്ട് വന്നു. അവനോടുകൂടെ കളിക്കുവാനായിട്ട്, അവനെ ഊട്ടുവാനായിട്ട്, അവന് മരുന്ന് നൽകുവാനായിട്ട്, അവനെ ഉറക്കുവാനായിട്ട് എല്ലാം താല്പര്യപ്പെട്ടതായുള്ള 2 നഴ്സുമാരുടെ പരിചരണത്തിൽ അവന് സൗഖ്യത്തോടെ വളർന്നു വരുവാൻ ഇടയായി തീർന്നു എന്നത് നാം വായിക്കുകയുണ്ടായി. പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മധ്യത്തിൽ സഭയുടെ ദൗത്യം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നന്മ വളർത്തുവാനായിട്ടുള്ളൊരു സമൂഹമായി ദൈവം സഭയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അധികാരവും സമ്പത്തും ഏകാധിപത്യവും സൃഷ്ടിക്കുവാൻ ഉതകുന്ന ഘടകങ്ങളായി അധികാരവും സമ്പത്തുമൊക്കെ ജീവിതത്തിൽ ആയിത്തീരാം. എന്നാൽ അതിനൊക്കെ അപ്പുറമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാനവ സമൂഹത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും നമുക്കിടയായിട്ട് തീരുമോ? ഇവിടെ ഇതാ യേശുവിൻ്റെ അടുത്ത് വന്നതായുള്ള ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ജീവനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ആരാഞ്ഞറിയുക എന്നത് ക്രൈസ്തവ ധർമ്മമാണ്. ചോദ്യങ്ങൾ ചോദിക്കണം, എങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. സനാതന സത്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം അറിവ് സഹായമായിട്ട് തീരുകയും ചെയ്യണം. ഗുരു, നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള ഈ യൗവനക്കാരൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിക്കുകയാണ്. യേശുവിൻ്റെ നല്ല ശമരിയാക്കാരനെക്കുറിച്ച് പറഞ്ഞ നറേറ്റീവിലൂടെ ഒരിക്കലൊരു മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, എനിക്ക് ശിഷ്യനാകുവാനായിട്ട് താല്പര്യമുണ്ട്, ഗുരുവിൽ നിന്ന് പഠിക്കുവാനായി. അപ്പോൾ ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, നിനക്കറിയാവുന്ന കാര്യങ്ങളും അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് വരിക. ഗുരുവിനെ അനുസരിക്കുവാൻ താല്പര്യപ്പെട്ടതായുള്ള യുവാവ് അതിനായിട്ട് തുനിഞ്ഞു. ഒരു കടലാസുമായിട്ടൊക്കെ ഇരുന്നു കുറിക്കുന്നതിനായിട്ട് ശ്രമിച്ച അവസരത്തിലാണ് തൻ്റെ ജീവിതത്തെ തുറക്കുവാനായിട്ടിടയായി തീർന്നത്. അദ്ദേഹം മനസ്സിലാക്കി,
എനിക്ക് ദൈവത്തെക്കുറിച്ചറിയാം, ദൈവത്തെ അറിയാനായിട്ട് പാടില്ല. എനിക്ക് സ്നേഹിതന്മാരെക്കുറിച്ചറിയാം, എന്നാൽ ആ സ്നേഹിതന്മാരെ എനിക്ക് അറിയില്ല. ചിന്താക്കുഴപ്പത്തിലായി തീർന്ന ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. അത് കേട്ട ഗുരു പ്രതിവചിച്ചു, എന്നാൽ ഇനിയും പഠനം തുടരാം. ഒന്നും അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പഠനത്തിന് ആദ്യമായിട്ട് ആവശ്യം. ഒന്നും അറിയില്ല എന്നുള്ള അറിവാണ്. ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് എല്ലാം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം. എല്ലാം അറിയാം എന്ന് പറയുന്നതായുള്ള ഒരു മനുഷ്യനെ പോലെ തന്നെ ഒന്നും അറിയാത്തതായുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. എല്ലാം അറിയാവുന്നവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ ഭാഗികമായിട്ട് അറിയുന്ന അറിവുകൾ കൊണ്ട് എല്ലാം അറിയാം എന്ന് ഭാവിച്ചാൽ ജീവിതത്തിൽ വരാമാകുന്ന പ്രയാസം ജീവിതത്തെയും ലോകത്തെയും അത് വിരൂപമാക്കി മാറ്റും എന്നുള്ളതത്രേ.